സത്യം പറഞ്ഞ അറിഞ്ഞപ്പോ അരുൺ സാറിന് പോയി കൈ കൊടുക്കാനാ തോന്നിയത്. അയാളെ ചില്ലറ പുള്ളിയൊന്നുമല്ല. അതുകൊണ്ടാ ഞാൻ മോളോട് പറഞ്ഞത് ബുദ്ധിമോശം കാണിക്കരുതെന്ന്. ഞാൻ എല്ലാരോടും ആയിട്ട് പറയാം, ഇനി എന്റെ മനസ്സിൽ താലികെട്ടും കല്യാണം ഒന്നുമില്ല, ഒരു ജീവിതവും. ആഗ്രഹിച്ച ആളെ കിട്ടാതെ വരുമ്പോ അങ്ങനെയൊക്കെ തോന്നും കാർത്തു. എന്നാ പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. പപ്പേട്ടൻ പറഞ്ഞ അറിവ് വെച്ച് പറയുക, ഒരു പെണ്ണിനെ കരയിക്കാതെ കൊണ്ടുവരാനുള്ള മനുഷ്യത്വമൊക്കെ ആ സാറിനുണ്ട്. പറഞ്ഞ കേക്കണ്ടേ മോളെ? എല്ലാ മനുഷ്യരും ഒരു പരിധിവരെയൊക്കെ താഴും. അത് കഴിഞ്ഞാ അവരവരുടെ പാട്ടിനങ്ങ് പോകും. കണ്ണേട്ടം പുറത്തു വരാതെ ഞാനൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കില്ല എന്ന് ഏടത്തിയോട് 1000 തവണ പറഞ്ഞതാ. ഇനി അങ്ങോട്ട് നല്ല കാലം അല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഓർമ്മ വെച്ചത് മുതല് കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞ പപ്പേട്ടനെ അറിയാലോ, കണ്ണേട്ടൻ വ്രതം തുടങ്ങും. കൂടെ ഞങ്ങളെല്ലാവരും മിക്ക ദിവസവും ഒരിക്കലായിരിക്കും. ആ മാസം തീരാറാവുമ്പോ 4 അമ്പലം തൊഴുതിട്ടാ വ്രതം മുറിക്കുന്നത്. അതൊക്കെ ഇപ്പോ ദൈവമായിട്ട് തന്നെ മുടക്കി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇനി എന്നും പഞ്ഞമാസമായിരിക്കുമെന്ന്. അതിനിപ്പോ എങ്ങോട്ട് പോയാലും അങ്ങനെ തന്നെയാ. പിന്നെ എന്റെ ദോഷം ഒരാൾക്ക് കൂടി പകർന്നു കൊടുക്കുന്ന എന്തിനാ? വിവാഹപ്രായമായ പെൺകുട്ടികളെ വീട്ടുകാർക്കൊരു ഭാരമാ. എന്നും ഒരാളല്ലേ, അതൊരു പരിധി വരെ ഇല്ലാതാവുന്നത് അവര് വിവാഹം കഴിഞ്ഞു പോകുമ്പോഴാ. ഞാനൊരു ഭാരമാണെന്ന് എല്ലാവർക്കും തോന്നുമ്പോ എന്നെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോട്ട് പറഞ്ഞു വിട്ടാ മതി. അല്ലെങ്കിൽ തന്നെ അവിടെ കഴിയേണ്ടവളല്ലായിരുന്നോ? പിന്നെ എങ്ങനെയൊരു ജീവിതം കിട്ടി? കുറെ കാലം ഒന്നിനും ഒരു കുറവും ഇല്ലായിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചു. എനിക്കെന്റെ കണ്ണേട്ടൻ തന്ന സ്നേഹം മാത്രം മതി ഇനിയുള്ള കാലം ജീവിക്കാൻ. അതിന്റെ ഇടയില് കല്യാണത്തിന് വേണ്ടി എന്നെ ആരും നിർബന്ധിക്കരുത്. അത് പറയാനാ ഞങ്ങളിങ്ങോട്ട് വന്നത്. കേട്ടല്ലോ, ഇതാ മോളുടെ നിലപാട്. പിന്നെ ഇനി ആര് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ അഹങ്കാരം എന്നാ പറയേണ്ടത്. ആ നരകത്തിന്ന് പോയി രക്ഷപ്പെടുന്നതിന് പകരം വെറുതെ വാശി കാണിക്കുക. ആ സാരമില്ല, കുറച്ചുകൂടെ കഴിയുമ്പോ ഇങ്ങോട്ട് വന്ന് പറഞ്ഞോളും. എന്നെ ആരുടെങ്കിലും കൂടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ. അങ്ങനെ ഒരു സ്വഭാവക്കാരിയല്ല ആ കുട്ടി. കണ്ണ വളർത്തിയ കൊച്ച. അതിന്റെ ഗുണം ഇനി അങ്ങോട്ടും ഉണ്ടാവും. ഒന്ന് പോ പപ്പേട്ട. ഇതേ കണ്ണേട്ടം വളർത്തി തന്നെയല്ലേ ഉണ്ണിയെ. എന്നിട്ട് എന്തായി? ഏട്ടൻ ജയിലിലോട്ട് പോയില്ല. അതിനു മുമ്പ് ഏട്ടൻ ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ അതൊന്നും കൂടുതൽ പറയണ്ട. ഇനി അടുത്ത ആഴ്ച ഒരു ചെക്കപ്പ് ഉണ്ടെന്ന്. അന്ന് എല്ലാ ടെസ്റ്റും ചെയ്യേണ്ടി വരും. എന്താ ഡോക്ടർ ഒരു പരിങ്ങല്? ഒന്നാം ക്ലാസ്സിലെ പിള്ളേര് പോയി പരാതി പറയുന്ന പോലെ ഇവന്റെ മാമന്റെ അടുത്ത് പോയി എന്നെ കുറിച്ച് പറഞ്ഞു പരാതി. എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്തായെന്ന് അറിഞ്ഞോ ഡോക്ടറെ? ഞാൻ ചോദിച്ചില്ല. അതെന്താ ചോദിക്കാതിരുന്ന?
പരാതി പറഞ്ഞവൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിച്ചില്ലേ? അങ്ങനെ ചോദിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇവൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നല്ലൊരു മർമാണിയെ കണ്ടിരുന്നു, ഒന്ന് തിരുമ്മിക്കാൻ. എനിക്കതിന്റെ ആവശ്യം വേണ്ടി വന്നുള്ളൂ. എന്നാ നിന്റെ മാമന്റെ ആൾക്കാർ ഇപ്പൊ എവിടെയാ? ഏത് വാർഡില്ല എനിക്കറിയില്ല. ഞാൻ ഇവിടെ തന്നെ ഉള്ളോണ്ട് ചിലപ്പോ ഇങ്ങോട്ട് വന്ന് കാണില്ലായിരിക്കും അല്ലെ? മിക്കവാറും അധികം വൈകാതെ നിനക്കൊരു ഭാഗ്യം ഉണ്ടാവും. നെഞ്ചെടുപ്പ് കുറഞ്ഞിട്ട് നിന്റെ അങ്കിളിനെ ഐസിയുലിട്ട് ചികിത്സിക്കാനുള്ള ഭാഗ്യം. അതൊരു സാധാരണ അറ്റാക്ക് ആയിരിക്കില്ല, എന്റെ ഭാഗത്തുനിന്നുള്ള അറ്റാക്ക് ആയിരിക്കും. നിന്റെ ചേട്ടനൊരു പാവായി പോയോണ്ട് കരുണൻ ഇപ്പോഴും മുട്ടുകാലിൽ ഇഴയുന്നില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അയാൾ ഈ ജന്മം എങ്ങനെയെങ്കിലും ഒടുങ്ങണേന്ന് പ്രാർത്ഥനയോടെ ഓരോ ദിവസം തള്ളി നീക്കിയാനെ. വാടാ പോ. പോകുന്നതിന് മുമ്പ് അതും കൂടി അങ്ങ് പറഞ്ഞേക്കാം. ഞാനൊരു ഗുണ്ടയെന്നും പറഞ്ഞ് പാവപ്പെട്ടൊരു കൊച്ചിനെ നിന്റെ വീട്ടിലുള്ള ഒരു ശല്യം ചെയ്യുന്നുണ്ട്. അതങ്ങ് നിർത്താൻ പറഞ്ഞേക്കണം. പിന്നിലൂടെ വന്ന് തല്ലാൻ അറിയില്ല, മുന്നിലൂടെ വന്ന് ചെയ്യേണ്ടത് ചെയ്തിട്ടങ്ങ് പോകും. അതെടാ, ഞാനൊരു ഗുണ്ടയാ. അങ്ങനെ ആകേണ്ടവരുടെ അടുത്ത് മാത്രം. അവൻ വരുന്നുണ്ട്. താൻ മുന്നിൽ നിന്നു, ഞാൻ പുറകിൽ വിളിക്കാം. എന്നെ കണ്ടാലും കുഴപ്പാടോ? എന്നെ കണ്ട അതിനേക്കാളും കുഴപ്പാടോ അമ്മേ? കണ്ടെന്നാ തോന്നുന്നേ. കണ്ണോടോ? നീ എന്നെ കണ്ടില്ലോ. നീ വണ്ടിയിലിരിക്കെ, ഞാൻ ദേ വരുന്നു. അവന്റെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്ന് തമ്പുരാൻ കാറിനകത്തിരുന്നോണ്ട് വന്ന പോലെ അങ്ങ് പോയി. അല്ലെങ്കിൽ വയറൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ടേ വിടത്തുള്ളായിരുന്നു. പിന്നെന്താ ഇങ്ങോട്ട്? ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ ഇങ്ങോട്ടൊന്ന് കയറിയതാ. ഓ, ഇതിനകത്ത് കിടക്കുന്ന രോഗികളെല്ലാം തന്റെ ബന്ധുക്കളാണല്ലോ. കർണന്റെ മരുമകനെ ഒന്ന് കാണാൻ വന്നതാ. എന്നിട്ട് കരുണ വന്നില്ലേ? ഇല്ല. ഇത് കരുണന്റെ കാറല്ലേ? അതെ. കൂട്ടുകാരൻ കൂട്ടുകാരനെ രക്ഷിച്ചതാണല്ലേ? താനൊക്കെ ഈ നാട്ടിലെ പ്രമാണിമാരല്ലേ? പിന്നെ ഇത്തിരി പോകുന്ന എന്റെ മുമ്പിൽ എന്തിനാ പതർന്ന്? ഓഫീസറെ, എന്റെ ഭാഗത്തു നിന്നൊരു കൊള്ളരുരായ്മ ഉണ്ടായി. ആളും തരവും അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയി. ആർക്കാണെങ്കിലും ഒരു അബദ്ധം സംഭവിക്കുമല്ലോ. തനിക്ക് ഒരബദ്ധം അല്ല കരുണ സംഭവിച്ചിരിക്കുന്നത്. ഉടലോടെ മുകളിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഗുണ്ടയാണല്ലേ? എന്നെ പറഞ്ഞു വിട്ടത് കാർത്തുവാ അല്ലേ? അയ്യോ വിശ്വ, ഈ സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? അയ്യോ, കൂടുതൽ പൊട്ടം കളിക്കേണ്ടതാൻ. മതിലകം തറവാടും അതിനു ചുറ്റുമുള്ള മണ്ണും പാടൊക്കെ സ്വന്തമാക്കി നിങ്ങളുടെ ആ മോള് ജപ്തി ഒഴിവാക്കാൻ അതല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു. ആ കഥയൊന്നും പറയണ്ട. കണ്ണേട്ടൻ പകലന്തിയോളം കിടന്ന് പണിയെടുത്തോണ്ട് നല്ല വളക്കൂറുള്ള മണ്ണ. മിക്കവാറും അനന്തരവനെ ചതിച്ച മാമനെ ആ മണ്ണി തന്നെ വെട്ടി മൂടും. ജീവിച്ചിരിക്കുമ്പോഴേ ചീഞ്ഞ ശരീരം മനസ്സുമായതുകൊണ്ട് താൻ നല്ല വളമായിരിക്കും. എന്റെ ദൈവത്തിനാണ്
എന്റെ അമ്മയാണ് സത്യം. കണ്ണനെ ചതിച്ചത് ഞാനല്ല. അല്ലടോ, താനല്ലേ ചതിച്ചത്? കൈ വെക്കുവാണെങ്കിൽ ആണെന്ന് പറയാം. ആ മസിലുള്ള കയ്യിൽ നിന്ന് ഒന്ന് കൊള്ളാനുള്ള ആവതില്ലാത്തത് കൊണ്ടാ. തന്നെയൊക്കെ ഈ നാട്ടുകാരുടെ മുമ്പിലിട്ട് പാമ്പിനെ തല്ലിക്കൊല്ലുന്ന പോലെ കൊല്ലുക വേണ്ടത്. ആ ഇവനെ ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റത്തില്ല കരുണ. അതറിയാവുന്നോണ്ടല്ലോ തന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് എന്തായി? വെട്ടിയിട്ട മുറി കൂടുന്ന സൈസാ. അവൻ കൈ തൂക്കി ഒന്ന് തന്നാലുണ്ടല്ലോ, തന്നതാ. പിന്നെ അവൻ പറഞ്ഞ പോലെ വളവാക്കേണ്ടി വരും. പോടാ. രക്ഷപ്പെട്ടു. ഓ, ഭാഗ്യത്തിന് അറിയാവുന്ന ആരും കണ്ടില്ല. ഇനിയിപ്പോ KK ആശുപത്രിയുടെ മുതലാളിയുടെ തലയെടുപ്പോടെ നടക്കാം. വാടോ. നാളെ ഓണോ? കണ്ണേട്ടന്റെ പിറന്നാള്. അതാ ചിന്തിക്കുന്നതല്ലേ? അവള് വന്നൊരു ലിസ്റ്റ് തന്നു. ഇന്ന് ഉത്രാടാ. നാളെ ഉണ്ടാക്കേണ്ട പലഹാരങ്ങളുടെ ഒരു ലിസ്റ്റ്. എന്തു വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അതിനുശേഷം കുറ്റം പറയാതിരുന്നാ മതി. ഓണമായിട്ട് വീടൊന്നും വൃത്തിയാക്കുന്നില്ലേടി? എല്ലാം അടിച്ചുവാരിയിട്ടു. തൊഴുത്തും വൃത്തിയാക്കി. മനസ്സ് വൃത്തിയാക്കിയോ? അത് നേരത്തെ വൃത്തിയാ. മറ്റുള്ളവര് വൃത്തികേടാക്കാൻ നോക്കിയാ പോലും മാറ്റൊന്നും വരില്ല. പരിശുദ്ധകളാ, പരിശുദ്ധകള്. ഇതുപോലെയുള്ളവരെ ഇന്നത്തെ കാലത്ത് മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. നാളെ ഓണാണ്. ഈ ദിവസമെങ്കിലും കുറച്ച് മാന്യായിട്ട് സംസാരിച്ചൂടെ അമ്മേ? അത് മാത്രല്ലല്ലോ, നാളെ കണ്ണേട്ടന്റെ പിറന്നാൾ കൂടിയല്ലേ? പിറന്നാള് സദ്യ, ഓണസദ്യയൊക്കെ ജയിലിലും കിട്ടും. ഇന്ന് ആദ്യമായിട്ടാ എന്റെ മോൻ ഈ വീട്ടിലില്ലാത്ത ഒരു ഓണം വരുന്നത്. അതുകൊണ്ട് നിന്നെയൊക്കെ ഓണം ആഘോഷിക്കാൻ വിടില്ല ഞാൻ. അല്ലെങ്കിലും ഞങ്ങൾക്ക് ആഘോഷമൊന്നുമില്ല. കണ്ണേട്ടനില്ലാത്ത ഓണം വേദന തന്നെയമ്മേ. ആർക്ക്? നിങ്ങൾക്കോ? അപ്പച്ചി പറയുന്ന കേട്ടില്ലേ? ഡേ, സാധാരണ ഭർത്താക്കന്മാർക്കൊരാപത്ത് വരുമ്പോ മനോദുഃഖം കൊണ്ട് വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ കണ്ണുകുഴിയും കവിളൊട്ടും. ഇവിടെ നീ അതിനുശേഷമേ വീർത്ത് വീർത്ത് വരുമല്ലയോ. അപ്പൊ ഇവളോ? ഇവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ന് വെച്ച അവൻ പോയ ശേഷം ഒരു ദിവസം പോലും ഇവളുമാര് പട്ടിണി കിടന്നിട്ടില്ല. പിന്നെ ഓരോരുത്തർ ഓരോന്ന് ചോദിക്കുമ്പോഴേ കരയുന്നുണ്ട്. ആ സമയത്ത് ചുമന്നുള്ളിയുടെ മണവും ഉണ്ട്. ഉള്ളി കണ്ണിൽ വാരി തേച്ചിട്ടാ കരച്ചില്. അമ്മ അമ്മയുടെ സ്വഭാവം പറയുന്നേ. മിണ്ടരുത്. കെട്ടിയവനെ ജയിലിൽ പറഞ്ഞു വിട്ടിട്ട് നീ മിണ്ടരുത്. അമ്പലത്തിൽ ചെന്നപ്പോ എല്ലാരും ചോദിച്ചു രണ്ടാളുടെയും കാര്യം. കൂടുതലും ആണുങ്ങളാ ചോദിച്ചത്. പിന്നെ ദേവി ചോദിച്ചില്ലേ മോളെ? ഞാൻ തൊഴുതോണ്ട് നിന്നപ്പോ ദേവി കരയുവാ, നിന്നെയൊന്നും കാണാത്ത കൊണ്ട്. പിന്നെ ഒരു വിധത്തില് സമാധാനിപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓണം ആഘോഷിക്കാനിരിക്കുക രണ്ടും. നിന്നെയൊക്കെ ഞാൻ ഓണം ആഘോഷിപ്പിക്കാം. അമ്മ
അമ്മ പറഞ്ഞത് ശരിയായിടത്തി. എന്ന് വെച്ചാ ഉത്രാടം നാളിലെ കണ്ണേട്ടനോടൊപ്പം നമ്മളെല്ലാരും ദേവിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കാറില്ലേ? എനിക്കൊന്ന് കണ്ണേട്ടനെ കാണണം. നമുക്ക് അങ്ങോട്ട് പോവാം മോളെ. കുറ്റം ചെയ്താലേ ജയിലിനകത്തോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിലും ഇവിടെ താമസിക്കുന്നതിനേക്കാൾ നല്ലതാ അവിടെ കണ്ണേട്ടനൊപ്പം കഴിയുന്നത്. മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. ഏയ്, കുഴപ്പമൊന്നുമില്ല കണ്ണേട്ടാ. ഇനി കുഴപ്പമുണ്ടെങ്കിൽ തന്നെ മോളത് പറയൂ. നീ പറയൂ. ഇപ്പൊ എല്ലാം വിജിതയുടെ പേരിലായി. അതുകൊണ്ട് പരുങ്ങല്ലായിരിക്കും രണ്ടാളും. ഞങ്ങള് ഒതുങ്ങിക്കഴിയുക, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ വരുന്നത് വരെ അത് മതി. കരുണന്റെ മോള് എത്തരക്കാരിയാണെന്ന് എനിക്കറിയാം. അവൾ എന്തൊക്കെ പറയുന്നു. പിന്നെ നിന്നെ എന്ത് പറഞ്ഞാലും ശരി, മോളെ പറയുന്നത് കേട്ടു നിൽക്കരുത്. എന്നെ ഒന്നും പറയുന്നില്ല കണ്ണേട്ടാ. പറയാതിരുന്നാ അവക്ക് കൊള്ളാം. എന്തെങ്കിലും പറഞ്ഞാലേ എന്നും ഞാൻ ജയിലിൽ കിടക്കത്തൊന്നുമില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവക്കുള്ള മറുപടി കൊടുത്തിരിക്കും. ഇനിയിപ്പോ ഇവിടെ കിടന്ന് പരിചയമായതുകൊണ്ട് ജയിൽ അത്ര വലിയ ഭയമൊന്നുമില്ല. ഞങ്ങള് വന്നത് അതേപ്പറ്റി പറയാനൊന്നും അല്ല. ഓണവാ, കണ്ണേട്ടന്റെ പിറന്നാള് ദിവസവും. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം. കഴിഞ്ഞ വർഷം വരെ അത് ആർഭാടമായിട്ട് കൊണ്ടാടി. ഇന്ന് ഞാൻ ഇല്ലാന്നൊഴിച്ചാ അവിടെ ഓണാഘോഷത്തിന് പ്രത്യേകിച്ച് കുറവൊന്നും കാണില്ല. ഉണ്ണി ഓണക്കോടി എല്ലാവർക്കും എടുത്ത് തന്നായിരുന്നോ? തന്നു. നന്ദനമോക്ക് വലിയ സന്തോഷമായി കാണുമല്ലേ? എങ്ങനെ സന്തോഷിക്കാനാ കണ്ണേട്ടാ? ഓണം ഉണ്ടെന്ന സമയത്ത് കണ്ണേട്ടൻ അവിടെ ഇല്ലല്ലോ. നമ്മൾ ഓണം ഉണ്ടുമ്പോ വിളക്കൊക്കെ തെളിയിച്ച് ഗണപതിക്ക് വെക്കാറില്ലേ മോളെ? അതേപോലെ ഇത്തവണ വലിയൊരു ഇലയിടണം. എന്നിട്ട് ഞാൻ അരികിലുണ്ടെന്ന് സങ്കല്പിച്ച് നിങ്ങൾ ഓണം ഉണ്ടണം. പറമ്പിലെ പണിക്കാർക്കൊക്കെ ഓണമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ണിയോട് പറയണം. ഞാൻ ഉള്ളപ്പോ കൊടുത്തു ഒന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലും പാവങ്ങളാ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാ. അവരെ നിരാശരാക്കരുത്. ഇവിടെ ഓണത്തിന് കുറവൊന്നുമില്ല. ഓണാഘോഷവും സദ്യയൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരും. പിന്നെ കുടുംബത്തിലിരുന്ന് ഉണ്ണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവിടത്തെ പോലെ തന്നെ. ഇവിടത്തെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ പച്ചക്കറികൾ പാകമായിട്ടുണ്ട്. അതുകൊണ്ട് 8 കൂട്ടം കറികളും പായസവും ഒക്കെ ഉണ്ടാവും, മായം കലരാത്തത് തന്നെ. അതുകൊണ്ട് എന്നെ കുറിച്ച് ഒരു ചിന്തയും വേണ്ട. നീ മോളെയും നന്ദന മോളെയും നന്നായിട്ട് നോക്കിയാൽ മതി. തിരുവോണത്തിന്റെ അന്ന് എല്ലാ പ്രാവശ്യത്തെയും പോലെ കണ്ണേട്ടന് വേണ്ടി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. ഇനി എന്തിനാ അതിന്റെയൊക്കെ ആവശ്യം? മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലൊരു ജീവിതം കിട്ടാൻ. നേരും നെറിയുള്ള ഒരാള് മോളെ കൂട്ടിക്കൊണ്ടു പോണേന്ന്. അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അറിയാലോ കണ്ണേട്ടന്. പോയി രക്ഷപ്പെടാൻ പറഞ്ഞിട്ടും മോള് കേൾക്കുന്നില്ല. എന്നെ വന്നേരം കണ്ടിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല അയാള്. നല്ല പയ്യനാ, മോളെ നന്നായി മനസ്സിലാക്കിയ ആളാ. അതുകൊണ്ടേ മോൾ ഒന്നുകൂടൊന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓണത്തിന് മുമ്പ് കണ്ണേട്ടനെ വന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു. ഇനി അതേപ്പറ്റി സംസാരിക്കാനൊന്നും താല്പര്യമില്ല. ഞങ്ങൾ പോയിക്കോട്ടെ.
എല്ലാവർക്കും ഈ ഏട്ടന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏയ്, കരയല്ലേ? ശരി കണ്ണേട്ടാ. പൊയ്ക്കോ.